Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Derive the mean variance of the distribution function of uniform distribution in the interval AB. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാനുള്ളതാണ്. ഇവിടെ ഇന്റർവൽ തന്നിരിക്കുന്നത് AB എന്നുള്ള ഒരു ഓപ്പൺ ഇന്റർവൽ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? f of x is equal to 1 by b minus a, where a less than equal to x less than equal to b. ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി നമ്മൾ ഇതിന്റെ മീനും വേരിയൻസുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മീൻ കാണണമെങ്കിൽ മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ is equal to mu, that is equal to expectation x ആണ്. expectation x. ഈ expectation x കണ്ടുപിടിക്കാനായിട്ട് ഇന്റഗ്രൽ a to b, ലോവർ ലിമിറ്റ് a എടുക്കുക, അപ്പർ ലിമിറ്റ് b എടുക്കുക. ഇന്റഗ്രൽ a to b x into f of x dx ആണ്. x into f of x dx. ഇവിടെ ഇന്റഗ്രൽ a to b x into f of x എന്ന് പറയുന്നത് എന്താണ്? 1 by b minus a എന്നാണ്. ഈ 1 by b minus a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. We can take outside 1 by b minus a നമ്മൾ outside എടുത്തു. അപ്പോൾ ഇന്റഗ്രൽ a to b x dx. That is 1 by b minus a. ഇനി x നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? x square by 2 എന്നുണ്ട്. ലോവർ ലിമിറ്റ് a, അപ്പർ ലിമിറ്റ് b. Therefore 1 by b minus a into 1 by 2 പുറത്തേക്ക് എഴുതാം. അപ്പോൾ b square minus a square. That is 1 by b minus a into 1 by 2 into b square minus a square can be taken as b minus a into b plus a. b square minus a square can be taken as b minus a into b plus a. അപ്പോൾ നമുക്ക് എന്ത് വരുന്നത്? b minus a into b plus a. ഇതിൽ b minus a b minus a കട്ട് ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? that is equal to b plus a by 2. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ x അല്ലെങ്കിൽ b. മീൻ ഓഫ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? b plus a by 2. b plus a by 2 ആണ് മീൻ ഓഫ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. Just you have to find out variance. So mean നമുക്ക് കിട്ടിയത് mean that is equal to expectation x. നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? b plus a by 2. ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത്. വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് ഓഫ് x is equal to expectation x square minus expectation x the whole square എന്നാണ് ഫോർമുല. ഈ ഫോർമുലയില് എക്സ്പെക്ടേഷൻ x സ്ക്വയർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ x സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ a to b x square into f of x dx. നമ്മൾ ആ തന്നിരിക്കുന്ന യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. That is equal to integral a to b x square into 1 by b minus a. ഈ 1 by b minus a കോൺസ്റ്റന്റ് ആണ്. ടേക്കൺ ഔട്ട്സൈഡ് കിട്ടുന്നു. x square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x cube by 3 വരും. ഇന്റഗ്രൽ a to b. അപ്പോൾ 1 by 3 into b minus a into നമ്മൾ ഇതിന്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ b cube minus a cube. അപ്പർ ലിമിറ്റ് x ന് b കൊടുക്കുമ്പോൾ b cube വരും. ലോവർ ലിമിറ്റ് a കൊടുക്കുമ്പോൾ a cube വരും. b cube minus a cube by 1 by 3 into b minus a. ഇനി നമ്മൾ എന്ത് ചെയ്യണം? this is equal to 1 by 3 into b minus a into ഈ b cube minus a cube. നമുക്ക് അതിന് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നമ്മൾ ഇവിടെ കൊടുക്കണം. ആ ഫോർമുല എന്താണ്? b cube minus a cube ഫോർമുല b square plus ab plus a square. ഇതാണ് ഫോർമുല. b cube minus a cube ഫോർമുല നമ്മൾ എന്ത് കൊടുക്കുന്നു? b cube minus a cube എന്നുള്ളത് b square plus ab plus a square into b minus. ഇതാണ് ഈ ഫോർമുല ഓർത്തിരിക്കുക. അതായത് b cube minus a cube is equal to b minus a into b square plus ab plus b a square ആണ് ഈ ഫോർമുല. ഈ ഫോർമുല നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by 3 into b minus a into ഇങ്ങനെ കിട്ടും. ഇനി ഇതില് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം?
ഈ ബി മൈനസ് എയും ബി മൈനസ് എയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എസ് സ്ക്വയർ ബൈ 3. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ. ഇത് നമുക്ക് വേരിയൻസ് എക്സ് കാണണമെങ്കിൽ ഫോർമുല എന്താണ്? വേരിയൻസ് എക്സ് കാണാനുള്ള ഫോർമുല എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ കുറയ്ക്കണം. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എന്താണ്? ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ബൈ 3 മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് എന്തായിരുന്നു? ബി പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ബൈ 3 മൈനസ് ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab ഡിവൈഡഡ് ബൈ 4. ഇനി നമ്മൾ ഇതിന്റെ എൽസിഎം എടുത്ത് വർക്ക്ഔട്ട് ചെയ്താൽ മതി. കോമൺ എൽസിഎം നമുക്ക് 12 എടുക്കാം. Therefore, variance of x is equal to common LCM 12 എടുക്കുന്നു. 12 4 ഉണ്ട്. അപ്പോൾ 4b സ്ക്വയർ 4ab 4a. അപ്പോൾ 12 3 4 times അപ്പോൾ 4 into b square 4 into ab 4 into a square മൈനസ് അപ്പത്തേല് 12 4 3 പ്രാവശ്യം ആയിരുന്നു. അപ്പോൾ മൈനസ് നമുക്ക് 3b സ്ക്വയർ പ്ലസ് 3a സ്ക്വയർ പ്ലസ് 6ab. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4b സ്ക്വയറിൽ 3b സ്ക്വയർ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് b സ്ക്വയർ കിട്ടും. 4ab ന്നും 3ab 6ab അപ്പോൾ മൈനസ് 2ab കിട്ടും. പിന്നെ 4a സ്ക്വയർ ചെയ്യുന്ന 3a സ്ക്വയർ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് a സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. Therefore, b സ്ക്വയർ മൈനസ് 2ab പ്ലസ് a സ്ക്വയർ എങ്ങനെ എഴുതാം? b മൈനസ് a the whole square by 12. വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? b മൈനസ് a the whole square by 12. ഇതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. നമ്മൾ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തില് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മീനും കണ്ടുപിടിച്ചു, വേരിയൻസും കണ്ടുപിടിച്ചു. അപ്പൊ മീൻ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എക്സ് ആണ്. നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എ ടു ബി എന്ന ലിമിറ്റിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തപ്പോ നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് എന്ത് കിട്ടി? എ പ്ലസ് ബി ബൈ 2 അല്ലെങ്കിൽ ബി പ്ലസ് എ ബൈ 2. ഇനി വേരിയൻസ് ഓഫ് എക്സ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്ത്? വേരിയൻസ് ഓഫ് എക്സ് കാണാനായിട്ട് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ കുറയ്ക്കണം. അപ്പൊ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ലോവർ ലിമിറ്റ് എയും അപ്പർ ലിമിറ്റ് ബിയും കൊടുത്തു കഴിയുമ്പോൾ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ കിട്ടും. ആ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ കുറയ്ക്കണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് b മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത്തെ കേസില് നമ്മള് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ കാണുമ്പോൾ ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക. ബി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? b മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എസ്. കേട്ടോ?